നമ്മുടെ നാട്ടിൽ ഒരാൾക്ക് നല്ലൊരു ജോലി കിട്ടിയ ആദ്യം കേൾക്കുന്ന ഒരു ഉപദേശമാണ്, ഡാ ഒരു കാർ എടുത്തൂടെ. സത്യത്തിൽ കാർ എന്നത് ഒരു സ്റ്റാറ്റസ് സിമ്പിൾ ആയിട്ടാണ് പലരും കാണുന്നത്. പക്ഷെ നമ്മുടെ പോക്കറ്റിന്റെ കാര്യം വരുമ്പോൾ അതൊരു ലയബിലിറ്റിയാണ്. ഉദാഹരണത്തിന് 10 ലക്ഷം രൂപയുടെ ഒരു കാർ ലോണിൽ എടുത്താൽ മാസം അടയ്ക്കുന്ന EMI മാത്രമല്ല നമ്മുടെ ചെലവ്. ഓരോ മാസവും കൂടിക്കൊണ്ടിരിക്കുന്ന പെട്രോൾ വിലയുണ്ട്, ഇൻഷുറൻസ് ഉണ്ട്, സർവീസിംഗ് ഉണ്ട്. ഇതിനെല്ലാം പുറമെ ഓരോ വർഷം കഴിയുന്തോറും വണ്ടിയുടെ വില കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക. കാർ എന്നത് വലിയൊരു സൗകര്യമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പബ്ലിക് ട്രാൻസ്പോർട്ടിന് സാധിക്കാത്ത പല കാര്യങ്ങളും ഒരു സ്വന്തം വണ്ടിയിലൂടെ നമുക്ക് സാധിക്കും. കുടുംബത്തോടൊപ്പമുള്ള യാത്രകളും അത്യാവശ്യ ഘട്ടത്തിലെ ഓട്ടവുമെല്ലാം ഇതിൽപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ കാർ വാങ്ങാൻ സാമ്പത്തികമായി കെൽപ്പുണ്ടെങ്കിൽ, അതിന്റെ EMI മറ്റു ചെലവുകളും സുഖമായി താങ്ങാൻ കഴിയുമെങ്കിൽ കാർ വാങ്ങുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം ഇന്നത്തെ കാലത്ത് അതൊരു സാധാരണ കാര്യമാണ്. പക്ഷെ ആ സൗകര്യം ആസ്വദിക്കുമ്പോഴും വരുമാനത്തിന്റെ വലിയൊരു ഭാഗം EMI ആയി പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ആഡംബരത്തിന് മുമ്പ് നമ്മുടെ ക്യാഷ് ഫ്ലോ ഒന്ന് പരിശോധിക്കണമെന്ന് ചുരുക്കം.